ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നത്. ഇതും വ്ളോഗായിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഒന്നുമല്ല, ഷോർട്ടിലും റീൽസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടി വെച്ചപ്പം കുറച്ച് ലെങ്തായിട്ട് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് വീഡിയോ എടുക്കാൻ സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ സമയം ഇല്ല. പക്ഷേ ആരെങ്കിലും വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്ത് തരികയാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ വീഡിയോ ആയിട്ട് കാണിച്ചു. ഇതെല്ലാ കാര്യങ്ങളും ചെയ്യും വേണം, വീഡിയോ എടുക്കുകയും വേണം. ചില സമയത്ത് വീഡിയോ എടുക്കേണ്ട മൂഡും ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം കൊണ്ടങ്ങനെ. പിന്നെ ഫോണിൽ സ്പേസും കുറവാണ്. അപ്പോൾ അത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മെയിനായിട്ട് വീഡിയോ എടുക്കാൻ മൂഡ് ഉണ്ടാവില്ല കേട്ടോ. കാരണം നല്ല ഫ്ലോയിലങ്ങ് പോകുമ്പം സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ എല്ലാം മൂടുമ്പോൾ അവിടെ ബന്ധാക്കി വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നമ്മളിപ്പോൾ വീഡിയോൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം ഒരു മാസമായി ഞാൻ ലെങ്തായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ഡിന്നർ ക്ലബ്ബിലാണല്ലോ കേട്ടോ, കടപ്പുറം. അപ്പോൾ ഇവിടുന്ന് അപ്രതീക്ഷിതമായി മഴവില്ലൊക്കെ കണ്ടടിപൊളിയായിരുന്നു. ആ ആകാശത്ത് ആ ഒരു സൈഡിൽ മാത്രം ബർത്തൻ്റെ ബ്ലൂ ആയിട്ടും കണ്ടിട്ടാ. പിന്നെ നേരെ പോയതാകുമ്പം ബീച്ചിലേക്കാണ്, പുലിമുട്ട് ബീച്ചിലേക്ക് കേട്ടോ. അപ്പോൾ മിഹ്റാൻ്റെ ഫസ്റ്റ് ബീച്ച് ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അവിടെ ഇരുന്നപ്പം ബീച്ചിലേക്ക് പോയോടെ നിൽക്കുക പറഞ്ഞങ്ങനെ. ഓക്കെ, ഞാൻ റെഡിയും പറഞ്ഞ് നമ്മളങ്ങനെ ബീച്ചിലേക്ക് പോയിട്ടാ. അപ്പോൾ മിഹ്റ കടലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിന്, ആസ്വദിച്ചോ ഇല്ലയോ എന്ന് അറിയില്ല. ഓക്കെ, നമ്മൾ ഷെൻജുവിനെ വീഡിയോ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വിളിക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഓളെ കളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓളെ കിട്ടാൻ കുറച്ച് പണിയാണ്. അതെല്ലാ മക്കളും അങ്ങനെ ആയിരിക്കും തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഓളെ പാർക്കിലേക്കായാലും ബീച്ചിലേക്കായാലും ഓളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിപ്പോയാലും പിന്നെ ഓളെ കിട്ടൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ ബീച്ച് ഡേയും അടിപൊളിയായിരുന്നു. പിന്നെ ഈവൻത്തെ ഞാൻ പറഞ്ഞാൽ അടുത്ത സ്നാക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായില്ല. പോക്കറ്റ് ഷെയറും ഒരു രക്ഷയിൽ അടിപൊളിയാണ് കേട്ടോ. മയണൈസൊക്കെ നല്ലോണം ഉണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ. പിന്നെ ഉള്ളിവടി അടിപൊളിയായിരുന്നു. അതുപോലെ കട്ട്ലേറ്റും പൊട്ടോട്ടോൻ്റെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിക്കനും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഇഷ്ടം, ചിക്കൻ കട്ട്ലേറ്റ്. എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണ് ചായ, പിന്നെ അതുപോലെ ചപ്പാത്തിയും ചിക്കൻ 65 കഴിച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ നിങ്ങളിപ്പം കണ്ട വീഡിയോ നമ്മൾ രാത്രി ഡിന്നറിന് പോയതാണ് കേട്ടോ. അത് നമ്മൾ പോയത് വെച്ചാൽ ചെറുതൂർ സഫറോണാണ്. അടുത്ത് അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ ഫുഡിൽ എനിക്ക് പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ മഞ്ച് സൂപ്പ് അത്ര ഇഷ്ടമായിട്ടുണ്ടായിട്ടാ. സാധാരണ സൂപ്പ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ എന്തോന്നറിയില്ല, അത്ര ഇഷ്ടമായിട്ടില്ല. പൊറോട്ടയും അത്ര പോലെയായിരുന്നു. പക്ഷേ ബട്ടർ ചിക്കനാണ് ഓർഡർ ചെയ്തത്. ബട്ടർ ചിക്കൻ കറി സൂപ്പർ ഉണ്ടായിന്. പക്ഷേ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും സാധാരണ കുറച്ച് വ്യത്യസ്തമായി പോയിട്ടാ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.